ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് ഫോർഡ് ഫിഗോ ഡീസലാണ് കേട്ടോ. വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്, വണ്ടി സ്റ്റാർട്ടാവില്ല, വെറുതെ ഒരു സൗണ്ട് മാത്രമേ, വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ക്രാങ്കിൻ്റെ പുള്ളി മാറിയിട്ടുണ്ട്, ബെൽറ്റ് മാറിയിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ടാവാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ബെൽറ്റ് ഒരു ഭാഗം ചെത്തിപ്പോയിട്ട് ഇതിൻ്റെ ഇടയിൽ കയറിയാണ് കേട്ടോ. അപ്പോൾ ആ ചെത്തിപ്പോകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ക്രാങ്കിൻ്റെ പുള്ളിയും ബെൽറ്റും കൂടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ചെത്തിപ്പോകാനുള്ള കാരണം ഇതിൻ്റെ ക്രാങ്കിൻ്റെ പുള്ളി ഉണ്ടല്ലോ, അത് പൊട്ടി. അത് സെൻറ്ററിൽ ഡാമ്പിങ് ആണല്ലോ, അത് പൊട്ടിയിട്ട് ഷെയ്ക്കായിട്ട് ബെൽറ്റ് ഒരു സൈഡ് പോയി, അത് കീറിയിട്ട് നേരെ ക്രാങ്കിൻ്റെ അവിടെ കയറി ഇരുന്നു. അങ്ങനെ വണ്ടി കറങ്ങണില്ല. അതാണ് വണ്ടി സ്റ്റാർട്ടാവാൻ മടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്രാങ്കിൻ്റെ പുള്ളിയും കാര്യങ്ങളും നടക്കുന്നത് ഇതുണ്ടോ, ബെൽറ്റ് ഇതുണ്ടോ, ബെൽറ്റിൻ്റെ കോലം ഇതാണ്. എൻ്റെ ഈ ഒരു ചീള് ഇത്രയും ഭാഗം ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നു, അങ്ങനെ വണ്ടി കറങ്ങണില്ല. അപ്പോൾ ക്രാങ്കിൻ്റെ പുള്ളി ഇതാണ്, അതിൻ്റെ ഡാമ്പർ ഉണ്ടല്ലോ അത് പൊട്ടി. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ക്രാങ്ക് തിരിയാൻ പാടും, ചിലപ്പോൾ സ്റ്റാർട്ടാവും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ബെൽറ്റും കാര്യങ്ങളും കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല കേട്ടോ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഒരു സംഭവം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലോഡ് എടുക്കില്ല, ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാവാൻ പാടുണ്ടാവും. പിന്നെ ചിലതിന് പവർ സ്റ്റിയറിംഗ് ടൈറ്റ് ഉണ്ടാവും, അങ്ങനെ ചിലതിന് ക്രാങ്കിൻ്റെ അവിടെ ഭയങ്കര കിടുകിടുകിടു സൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഇത് നല്ലപോലെ പൊട്ടിപ്പോയി. മുന്നത്തെ വീഡിയോ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ, പൊട്ടണം തുടങ്ങിയിട്ടുള്ളൂ. ഇത് പക്ഷേ സെൻറ്റർ പോയിട്ടോ, സെൻറ്റർ വെറുതെ കറങ്ങുകയാണ്, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും കറങ്ങില്ല. സെൻറ്റർ മാത്രം ജസ്റ്റ് ആയിട്ട് തിരിയാൻ നിൽക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ ക്രാങ്കിൻ്റെ പുള്ളിയും മാറണം, ബെൽറ്റും മാറണം. ക്രാങ്കിൻ്റെ പുള്ളിക്ക് ഏകദേശം 2200 ആ റേഞ്ച് വരും. ബെൽറ്റിന് ഏകദേശം ഒരു 900 രൂപ 800 രൂപ ആ റേഞ്ചിൽ വരും കേട്ടോ.